റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉക്രൈൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ എത്ര നല്ലൊരു മിസൈൽ വാങ്ങിയാലും പാശ്ചാത്യ നിർമ്മിത ആയുധങ്ങൾ ഞങ്ങളിൽ ഉപയോഗിച്ചു, അനന്തരഫലങ്ങൾ വളരെ ഗുരുതരമായിരിക്കും. ഉക്രൈനെതിരെ ഞങ്ങൾ അങ്ങനെ ഒരു ആക്രമണം നടത്തും, ഇങ്ങനെ ഒരു ആക്രമണം നടത്തും, ഇങ്ങനെയൊക്കെ റഷ്യ ഞങ്ങൾക്കെതിരെയുള്ള ഒരു റെഡ് ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതുവരെയും പാശ്ചാത്യ പങ്കാളികൾ നൽകിയതിൽ പരമാവധി ദൂരം പോകുന്ന ഒരു മിസൈൽ അല്ലെങ്കിൽ പരമാവധി ദൂരം പോകുന്ന ഒരു എമുനേഷൻ, ഒരു വെപ്പൺ പ്ലാറ്റ്ഫോം നോക്കിയാൽ അത് ATCMS-ഉം സ്റ്റോം ഷാഡോ പോലുള്ള മിസൈൽസും മാത്രമാണ്. ഇവയുടെ പരമാവധി ദൂരം 300 കിലോമീറ്റർ വരെ ആയിരിക്കും, അല്ലെങ്കിൽ അതിനുമപ്പുറം ചില കിലോമീറ്ററുകൾ അധികം പോകും. ഇതൊക്കെ പുറത്തറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനി ഞങ്ങൾ എന്തിനു വേണ്ടി മറ്റാളുകളെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണം? യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുള്ള റഷ്യൻ ഭാഗങ്ങൾ ഇവയെല്ലാം സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ 3000 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു ക്രൂയിസ് മിസൈൽ ഞങ്ങൾ നിർമ്മിച്ചു എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ നൽകിയത്. എന്താണിതിങ്ങനെ? പെട്ടെന്ന് സ്വപ്നം കണ്ട് സംസാരിക്കുകയാണോ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല, സത്യം തന്നെയാണ്. ഉക്രൈന്റെ ഫ്ലമിംഗോ ക്രൂയിസ് മിസൈൽ സബ്സോണിക് വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ ഒരു മിസൈലിന് 3000 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. ഇതിനെ ഒരു ലാൻഡ് ലോഞ്ച്ഡ് വേരിയന്റ് ആയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മോസ്കോയ്ക്കും അപ്പുറം യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ 40%, യൂറോപ്യൻ റഷ്യ എന്ന് വിളിക്കാവുന്ന ഈ 40% പ്രദേശങ്ങളെയും ആക്രമിക്കാൻ കഴിയുന്ന ഒരു റേഞ്ച് ഇതിനുണ്ട്. അപ്പോൾ ഈ ഒരു മിസൈലിനെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഉക്രൈൻ ഇത് സ്വന്തമായി സൃഷ്ടിച്ചതാണെന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ ഇത് ഉക്രൈന്റെ സൃഷ്ടി മാത്രമാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ? ഇവയെല്ലാം നമുക്ക് ഡീകോഡ് ചെയ്യണം. റഷ്യയ്ക്ക് ഏറ്റവും മാരകമായ ഒരു മിസൈലായി ഇത് എങ്ങനെ മാറും? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഈ മിസൈലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീകോഡ് ചെയ്യുന്നതിന് മുൻപ് ഇതിനെക്കുറിച്ച് ബേസിക് ഡീറ്റെയിൽസ് മനസ്സിലാക്കണം. ഈ മിസൈൽ ഏത് കാറ്റഗറിക്ക് കീഴിലാണ് വരുന്നത്, എത്രത്തോളം ക്യാപ്പബിൾ ആണ്, എത്ര വാർഹെഡ് വെയിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഏത് കമ്പനിയാണ് ഇത് സൃഷ്ടിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിയണം. ഫ്ലമിംഗോ എന്ന ഈ ഒരു മിസൈൽ ഉക്രൈന്റെ ഫയർ പോയിന്റ് എന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി സൃഷ്ടിച്ചതായാണ് പറയുന്നത്. സ്റ്റാർട്ടപ്പ് കമ്പനി ഒരു ക്രൂയിസ് മിസൈൽ ഒക്കെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് അല്ലാതെ ഞെട്ടിപ്പിക്കുന്ന ഒരു ആശ്ചര്യം തന്നെ നൽകും. 2022 റഷ്യ ഉക്രൈൻ ഇൻവേഷൻ ഈ പ്രശ്നങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ, അതായത് ആദ്യം ആർക്കിടെക്ട് ആവുകയും പിന്നീട് ഡിഫൻസ് എൻതൂസിസ്റ്റായി മാറുകയും ഉക്രൈനെ സഹായിക്കണം എന്നുള്ളതിന് വേണ്ടി അകത്തേക്ക് വന്ന ഒരു വ്യക്തി നിർമ്മിച്ച കമ്പനിയാണ്. ആ വ്യക്തിയുടെ പേര് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ച് അവസാനം പറയാം. ഇങ്ങനെ സൃഷ്ടിച്ച ഈ ഒരു കമ്പനി ഇതിന് മുൻപ് നിരവധി ഡ്രോൺസുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഉക്രൈനിലുള്ളതിൽ വളരെ ലോങ് റേഞ്ച് പോയി ആക്രമിക്കാൻ കഴിയുന്ന ഡ്രോണുകളെല്ലാം ഇവർ സൃഷ്ടിച്ചതാണ്. FB1 വേരിയന്റും ഇതിലുണ്ട്. ഉക്രൈൻ ഈ ഡ്രോണിനെ റഷ്യക്കെതിരെയുള്ള പല സ്ട്രൈക്സിന് വേണ്ടി ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ മിസൈലിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ജൂലൈ മാസത്തിൽ ഒരു അറിയിപ്പ് ഉക്രൈൻ പ്രഖ്യാപിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് ഞങ്ങളൊരു പ്രധാനപ്പെട്ട മിസൈൽ പുറത്തുവിടും, അത് റഷ്യയിൽ മോസ്കോയ്ക്കും അപ്പുറം ചെന്ന് ചില പ്രദേശങ്ങളെ ആക്രമിക്കും. ഇതിനുശേഷം ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെയും ഫോറിൻ മാനുഫാക്ചറിംഗ് യൂണിറ്റ്സിനെയും ഉക്രൈൻ ആശ്രയിച്ചിരിക്കേണ്ട ആവശ്യമേ ഇല്ല. റഷ്യയെ വളരെ ഡീപ്പായി സ്ട്രൈക്ക് ചെയ്യാൻ ഞങ്ങൾ തന്നെ മിസൈൽ നിർമ്മിക്കാൻ പോകുന്നുവെന്ന് ജൂലൈ മാസത്തിൽ തന്നെ അവർ അറിയിപ്പ് നൽകി. ഓഗസ്റ്റ് മാസം 22-ന് ഈ മിസൈൽ സീരിയൽ പ്രൊഡക്ഷനിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ ടെസ്റ്റിംഗ് ഒക്കെ എന്തായി എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ മിസൈലിന്റെ ചില പ്രത്യേക സവിശേഷതകൾ പരിശോധിച്ചാൽ ഇതിന്റെ ആകെ വിക്ഷേപണ ഭാരം എന്നത് 6000 കിലോഗ്രാമിലും കൂടുതലാണ്, അതായത് 6 ടൺ. ഈ 6 ടണ്ണിൽ 1200 കിലോഗ്രാമിലധികം ഇതിന്റെ വാർഹെഡ് ഭാരം മാത്രമുണ്ട്. അപ്പോൾ ഈ മിസൈലിന്റെ പരമാവധി റേഞ്ച് 3000 കിലോമീറ്റർ ആണ്. ഇത് യാത്ര ചെയ്യുന്ന വേഗത 900 km/h ആണ്, അതായത് സബ്സോണിക് വേഗത. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ വളരെ കുറഞ്ഞ വേഗതയിലാണ് ഇത് യാത്ര ചെയ്യുന്നത്. അതല്ലാതെ ഈ മിസൈലിനെ കുറിച്ചുള്ള വലിയ രീതിയിലുള്ള വിശദാംശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഇവർ ഈ മിസൈൽ അസംബിൾ ചെയ്യുന്ന ഫെസിലിറ്റീസിൽ നിന്ന് വന്ന ചില ഫോട്ടോസ് ഒക്കെ നോക്കിയാൽ AL-25 സീരീസിലുള്ള ടെർബോഫൈൻസ് എൻജിൻസ് ഉപയോഗിച്ചതുപോലെ തോന്നുന്നുണ്ട്. പക്ഷെ ഒഫീഷ്യലായി അതും അവർ പറഞ്ഞിട്ടില്ല. ആ ഒരു ചിത്രം കാണുമ്പോൾ ഇങ്ങനെ ഒരു എൻജിൻസ് ഉപയോഗിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ARCP ആന്റിനസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ക്രോസ് സെക്ഷണൽ ഡയഗ്രാംസിലൊക്കെ അത് കാണാൻ കഴിയുന്നുണ്ട്. ചില ഇമേജസ് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഈ ARCP ആന്റിനസ് എന്തിനുപയോഗിക്കുമെന്ന് ചോദിച്ചാൽ ആന്റി ജാമിംഗ് റെസിസ്റ്റൻസിന് വേണ്ടി, എക്സ്റ്റേണൽ ഇലക്ട്രോണിക് ജാമിംഗിൽ നിന്നും ഈ ഒരു മിസൈലിനെ സംരക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ച ചില റേഡിയോ ഫ്രീക്വൻസി ജാമിംഗ് ആന്റിനാസ് ആണിവ. ഇതും ഈ മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ മിസൈലിന്റെ സവിശേഷതകളാണ്. ഇത്രയും ലോങ് റേഞ്ച് ചെന്ന് ആക്രമിക്കാൻ കഴിവുള്ള ഒരു മിസൈൽ. ഇതിന്റെ ഡിസൈനിങ്ങിൽ തന്നെ നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാൻ കഴിയും. ഇതിന്റെ ചിറകുകൾ അത് ബാലിസ്റ്റിക് മിസൈൽസിന്റെ മുൻവശത്ത് ക്രമീകരിച്ചിട്ടുണ്ട്, എൻജിൻസിനെ മുകളിലായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഫ്യൂസലേജ് നോക്കുമ്പോൾ ഒരു മുട്ടയുടെ ആകൃതിയിൽ അത് കാണിക്കും.
ഇതിന്റെ അകലം വർദ്ധിപ്പിക്കുകയും പിന്നിലേക്ക് പോകുന്തോറും അതിന്റെ ഘടന ചുരുങ്ങുന്നതായും കാണാം. അതായത് മുൻപിൽ ഭാരം കൂടുതലായും പിൻഭാഗത്തെ സൈസ് കുറയുകയും അതിന്റെ ഭാരം കുറയുകയും ചെയ്യുന്നു. ഇത് മിസൈലിന്റെ വേഗതയും അതിന് സഞ്ചരിക്കാൻ കഴിയുന്ന എയറോഡൈനാമിക്സ് മാറ്റുന്നു എന്ന് നിങ്ങൾക്ക് ഇവയിലൂടെ അറിയാനും കഴിയും. ഇത് ഇതിന്റെ ഒരു പ്രത്യേക സവിശേഷതയാണ്. ശരി, ഈ മിസൈലിനെ കുറിച്ച് ഇത്രയും പറഞ്ഞു. ഈ മിസൈൽ മോസ്കോക്ക് എങ്ങനെയാണ് ഒരു മാരകമായ വെപ്പണായി മാറുന്നത്? 3000 കിലോമീറ്റർ എന്നത് ഏകദേശം അവർക്ക് ആവശ്യമായ ടാർഗറ്റ്സിനും അപ്പുറം സൈബീരിയൻ പ്രദേശങ്ങളെ വരെയും ലക്ഷ്യമിടാൻ കഴിയുന്ന ദൂരമാണ് ഉക്രൈനിൽ നിന്നും ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ. ഇത് റഷ്യക്ക് എത്രത്തോളം ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്കിപ്പോൾ ചോദിക്കാം. സത്യത്തിൽ റഷ്യ ഭയപ്പെടേണ്ട ഒരു ആയുധം തന്നെയാണിത്. റഷ്യ ഇതിനെ ഭയപ്പെടുന്നതിന് ചില കാരണങ്ങളുമുണ്ട്. അതായത് ഇതുവരെയും റഷ്യയ്ക്കുള്ളിലെ ചില പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെ ഉക്രൈൻ ഡ്രോണുകൾ വെച്ചാണ് സ്ട്രൈക്ക് ചെയ്തത്. ഓയിൽ ഡെപ്പോസ് ആയിക്കോട്ടെ, അമ്യൂണിഷൻ ഡെപ്പോസ് ആയിക്കോട്ടെ, ഇവയെല്ലാം ആക്രമിക്കാൻ ഡ്രോണുകൾ മാത്രമാണ് ഉപയോഗിച്ചത്. ഒരു ഡ്രോൺ ചെന്ന് ആക്രമിക്കുമ്പോൾ തന്നെ ഒരു ശുദ്ധീകരണശാലയ്ക്ക് അത്ര വലിയ നാശനഷ്ടം സംഭവിക്കുന്നു. അപ്പോൾ 1200 കിലോഗ്രാം വാർഹെഡ് ചിന്തിച്ചു നോക്കുക. 1.25 ടണ്ണാണ് വാർഹെഡ് വെയിറ്റ് മാത്രം. അമേരിക്ക ഉപയോഗിക്കുന്ന ടോമഹോക്ക് ക്രൂയിസ് മിസൈൽസിൽ തന്നെ 450 മുതൽ 600 കിലോഗ്രാം വരെ മാത്രമേ വാർഹെഡ് ഉള്ളൂ. അതായത് അതിന്റെ എക്സ്റ്റൻഡഡ് റേഞ്ച്, എക്സ്റ്റൻഡഡ് വേരിയന്റിൽ തന്നെ ഇത്ര മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ ഡബിൾ ദി എമൗണ്ട് വാർഹെഡ് ഇതിലുണ്ടെങ്കിൽ ബങ്കർ ബസ്റ്ററായും ഈ ഒരു മിസൈലിനെ കൊണ്ട് ആക്ട് ചെയ്യാൻ കഴിയും. അതായത് ഒരു 6 അടി മുതൽ 10 അടി വരെ നീളമുള്ള ഏറ്റവും ഭാരമേറിയ കോൺക്രീറ്റിനെ പോലും തകർക്കാൻ കഴിയും. അപ്പൊ ഇവിടെ റഷ്യക്ക് വരുന്ന ഒരു ഓപ്ഷൻ, ഇതിന് മുൻപ് വരെയും അവരുടെ ഡിഫൻസസിനെ ATACMS ഡിഫൻഡ് ചെയ്യാനായും ഉക്രൈന്റെ ഡ്രോൺസിനെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയും ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് ഇനി മോസ്കോയെ ഡിഫൻഡ് ചെയ്യുന്നതിനും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളെ ഈ ഒരു മിസൈലിന്റെ പക്കൽ നിന്ന് സംരക്ഷിക്കുന്നതിനും അവരുടെ സ്ട്രാറ്റജി മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ATACMS മോസ്കോയിൽ എത്താൻ കഴിയുന്ന ഒരു ദൂരപരിധി ഉണ്ടെങ്കിൽ പോലും അത് അവർ ചെയ്യില്ല. സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈലിനും കാര്യങ്ങൾ ഇത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 3000 കിലോമീറ്റർ റേഞ്ച് ഇവിടെ എക്സ്റ്റെൻഡ് ആകുമ്പോൾ റഷ്യ അവരുടെ സ്ട്രാറ്റജി തന്നെ റീതിങ്ക് ചെയ്യേണ്ടി വരും, റീഷഫിൾ ചെയ്യേണ്ട ഒരു നിർബന്ധത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സൈക്കോളജിക്കൽ വാർഫെയർ അനുസരിച്ച് നോക്കിയാൽ ഇത് ഉക്രൈൻ ഒരു വലിയ വിജയം തന്നെയാണ്. അത്രത്തോളം ഉക്രൈൻ ഇത് അനുകൂലമായി തന്നെ മാറും. ഇത്രത്തോളമൊക്കെ പറയുന്നുണ്ടല്ലോ. ഉക്രൈൻ സത്യത്തിൽ അവർ മാത്രമാണോ ഇത് നിർമ്മിച്ചത്, അല്ലെങ്കിൽ ഇതിന് പുറകിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴാണ് നമ്മൾ ഈ വീഡിയോയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനു മുൻപ് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ എന്നൊന്നും അറിയില്ല, പക്ഷെ ഇനി നിങ്ങൾ ഇത് വളരെ ശ്രദ്ധിച്ചു തന്നെ കേൾക്കണം. സത്യത്തിൽ നടന്ന ചില സംഭവങ്ങൾ പറയാം. അങ്ങനെ പറയുമ്പോൾ അവസാനം നിങ്ങൾക്ക് തന്നെ ഒരു മറുപടി ലഭിക്കും. ഇതിന് പിന്നിൽ ആരാണ് ഉള്ളത്, ഈ മിസൈൽ ആരൊക്കെയാണ് സൃഷ്ടിച്ചത്, ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ ഉക്രൈൻ നിരവധി സ്റ്റാർട്ടപ്പ് കമ്പനികളുണ്ട്. അങ്ങനെ നോക്കിയാൽ യുദ്ധം ആരംഭിച്ചതിന് തൊട്ട് പിന്നാലെ 2022 ഫയർ പോയിന്റ് എന്ന് വിളിക്കുന്ന ഒരു കമ്പനി സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഈ ഒരു കമ്പനിക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ ഉയരങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിച്ചത്? ഒരു ക്രൂയിസ് മിസൈൽ, അത് 3000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ക്രൂയിസ് മിസൈൽ സൃഷ്ടിക്കുക എന്നത് സാധാരണ കാര്യമേ അല്ല. ഉക്രൈനിൽ തന്നെ ചില സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികളുണ്ട്. ഉക്രൈൻ മോറോഫ്രോം, ലൂസ് ഡിസൈൻ ബ്യൂറോ, പിന്നീട് ക്യാരക്ടറോ, ഇങ്ങനെ ഉക്രൈൻ സർക്കാർ ഔദ്യോഗികമായി നടത്തുന്ന ചില കമ്പനികളുണ്ട്. അവരെ തന്നെ നോക്കിയാൽ ഇതിന് മുൻപ് ഈ ലൂസ് ഡിസൈൻ ബ്യൂറോ ഒക്കെ നോക്കിയാൽ ഇതിന് മുൻപ് നിർമ്മിച്ചിട്ടുള്ളത് നെപ്റ്റ്യൂൺ ആന്റിഷിപ്പ് മിസൈലാണ്. അതിന്റെ പരമാവധി വാർഹെഡ് 120 മുതൽ 150 കിലോഗ്രാം വരെയാണ്. അപ്പോൾ ഉക്രൈൻ സർക്കാരിന് ചെയ്യാൻ കഴിയാത്തത് ഈ സ്റ്റാർട്ടപ്പ് കമ്പനി എങ്ങനെ ചെയ്തു? ഇങ്ങനൊരു ചോദ്യം വരുന്നുണ്ട്. അതിന് പിന്നിലും ഒരു കാരണമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഫയർ പോയിന്റ് എന്നത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായി പറയപ്പെടുന്നു. ഈ ഡിസൈൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഡിസൈൻ എവിടെയോ കണ്ടതുപോലെ തോന്നാം. ഈ ഒരു ക്രൂയിസ് മിസൈൽ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നുണ്ടല്ലോ. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? കുറച്ചുകൂടെ തിരഞ്ഞു നോക്കിയാൽ മിലേനിയൻ എന്നൊരു കമ്പനിയുണ്ട്. ഡിഫൻസ് കമ്പനിയാണ്. UK-യും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ചേർന്ന് രൂപീകരിച്ച ഒരു സംയുക്ത സംരംഭം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇവർ ഒരു പ്രതിരോധ എക്സ്പോയിൽ രണ്ടാമതായും ഒരു മിസൈൽ ഷോക്കേസ് ചെയ്തു. ആ സമയത്ത് ആ മിസൈലിന് വലിയ അറ്റൻഷൻ ഒന്നും ലഭിച്ചിട്ടില്ല. ആ മിസൈലിന്റെ ഇമേജും ഉക്രൈൻ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു മിസൈലിന്റെ ഇമേജും നിങ്ങൾക്ക് ഒരുമിച്ച് വെച്ച് നോക്കാം. എന്താ ഇത് ഒരുപോലെയാണല്ലോ എന്ന് തോന്നിയേക്കാം. വലിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ഒന്നും അവിടെ ഇല്ല. ഈ മിസൈലിന് പിന്നിലാണ് എഞ്ചിൻ എങ്കിൽ ആ മിസൈലിന് മുന്നിലാണ് എഞ്ചിൻ. അത് മാത്രമാണ് ഒരേ ഒരു പ്രധാനപ്പെട്ട ഘടനാപരമായ മാറ്റം. ഈ മിലേനിയൻ എന്ന കമ്പനിക്കും ഫയർ പോയിന്റിനും എന്താണ് ബന്ധം? രണ്ടിനും യാതൊരു ബന്ധവുമില്ലല്ലോ. കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ പ്രധാനപ്പെട്ട ഇടപാടുകളൊന്നും നടന്നിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ കമ്പനിയുടെ ഈ ഡിസൈൻ അവരുമായി മാച്ച് ആകുന്നത് എന്നൊക്കെ എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ലോകത്തിൽ സമാനമായ നിരവധി ആളുകൾ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരേ ആശയമായിരിക്കാം ഇവർക്ക് രണ്ടുപേർക്കും വന്നിട്ടുണ്ടാവുക എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് ആ ചിന്തയൊന്ന് മാറ്റിവെക്കുക. കാരണം 2021 ഈ മിലേനിയൻ എന്നൊരു കമ്പനി ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഉക്രൈന്റെ പക്കലുള്ളതിൽ വളരെ കൂടുതൽ ആംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉക്രൈൻ ആർമർ കമ്പനിയുമായി വളരെ പ്രധാനപ്പെട്ട ഒരു ഡീൽ നടത്തി. അതായത് യുദ്ധം ആരംഭിക്കുന്നതിന് 1 വർഷത്തിന് മുൻപ് തന്നെ ഉക്രൈൻ ആർമർ കമ്പനിയുമായി ഇവർ മേക്ക് ചെയ്ത ഡീലാണ് അമ്യൂണിഷൻസ് നൽകുക, പ്രധാനപ്പെട്ട ചില ക്രിട്ടിക്കൽ ടെക്നോളജീസ് ഷെയർ ചെയ്യുക, ഇവർക്ക് ആവശ്യമായ ഡിസൈനിങ് സഹായങ്ങൾ ചെയ്യുക,
ഉക്രൈൻ മാർക്കറ്റിൽ ഇവരുടെ വെപ്പൺസ്, അതായത് മിലേനിയം ഗ്രൂപ്പ്സിലുള്ള വെപ്പൺസ് കൊണ്ടുവന്ന് സെല്ല് ചെയ്യുക. ഇങ്ങനെ ഈ ഒരു എഗ്രിമെന്റിന് കീഴിൽ ഇവർ രണ്ടുപേരും വന്നു. അപ്പോൾ മിലേനിയം ടെക്നോളജി എന്നത് ഉക്രൈൻ ആർമർ എന്ന കമ്പനി വഴി തന്നെ ഉക്രൈനുള്ളിലേക്ക് ഇതിനകം വന്നിട്ടുണ്ട്. 2022 ഫയർ പോയിന്റ് എന്ന കമ്പനി സൃഷ്ടിക്കപ്പെടുന്നു. തുടക്കത്തിൽ ഡ്രോണുകൾ മാത്രം നിർമ്മിച്ചുകൊണ്ടിരുന്ന ഇവർ 2023 ഉക്രൈൻ ആർമർ എന്നൊരു വലിയ ഗ്രൂപ്പുമായി ചേർന്ന് ഒരു വലിയ കരാറിൽ ഏർപ്പെട്ടു. ചില പ്രഖ്യാപനങ്ങൾ അതിനുശേഷം നടത്തി. ക്രിട്ടിക്കൽ ഡാറ്റ ഷെയറിംഗ്, ചില ഡിസൈനിങ് സഹായങ്ങൾ, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ പക്കൽ നിന്നും ഉക്രൈനെ ഡിഫൻഡ് ചെയ്യുന്നതിന് വേണ്ടിയും റഷ്യയെ ഔട്ട് ഓഫ് ദ ലൈനിൽ നിർത്തുന്നതിന് വേണ്ടിയും ഉക്രൈനിൽ ഫയർ പോയിന്റ് നിർമ്മിക്കുന്ന ഡ്രോണുകൾക്ക് ഗൈഡൻസ് സിസ്റ്റം നൽകാനുള്ള ഡീൽ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ വരുന്നു. ഫയർ പോയിന്റിനും ഉക്രൈൻ ആർമർ കമ്പനിക്കും ഇടയിൽ ഇങ്ങനൊരു ഡീൽ വരുന്നു. അപ്പോൾ 2021 ഉക്രൈൻ ആർമറും മിലേനിയം ചേർന്ന് ഒരു ഡീൽ മേക്ക് ചെയ്തു. 2022 ഫയർ പോയിന്റ് എന്ന കമ്പനി നിർമ്മിക്കപ്പെടുന്നു. 2023 ഫയർ പോയിന്റും ഉക്രൈൻ ആർമറും തമ്മിൽ ഒരു കരാർ ഉണ്ടാകുന്നു. ഇതുവരെയും നിങ്ങൾക്കെല്ലാം യാദൃശികമായി തോന്നാം. എന്നാൽ ഇപ്പോൾ ഈ രണ്ട് ഡിസൈനിങ്ങും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എന്തോ ഒരു സംശയം വരുന്നുണ്ടല്ലോ. ഇപ്പോഴും പറയുകയാണ്, ഞാൻ ഇതിന് ഉത്തരം നൽകുകയില്ല. ഉത്തരം നിങ്ങൾ തന്നെ മനസ്സിലാക്കും. 2023 വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. 2024 തുടക്കത്തിൽ ഉക്രൈനിൽ നിന്നും ഒരു പ്രഖ്യാപനം വന്നു. ചാൻസർ മിസൈൽ എന്ന ഉക്രൈന്റെ കൈവശം ഒരു മിസൈൽ ഉണ്ട്. അതും ക്രൂയിസ് മിസൈൽ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതുപോലെ എക്സ്റ്റൻഡ് റേഞ്ച് ഉള്ള ഒരു മിസൈൽ സൃഷ്ടിക്കണം എന്നുള്ളതിന് വേണ്ടി ഉക്രൈൻ നിരവധി ശ്രമങ്ങൾ എടുക്കുന്നുണ്ട്. അതിൽ വിജയം ലഭിച്ചതായി ചില വാർത്തകൾ വന്നാലും വീണ്ടും ആ മിസൈലിനെ കുറിച്ചുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും ഉക്രൈൻ നൽകിയില്ല. ഈ സാഹചര്യത്തിൽ ചാൻസർ മിസൈൽ ഞങ്ങൾ വീണ്ടും നിർമ്മിക്കാൻ പോവുകയാണ്, എക്സ്റ്റൻഡ് റേഞ്ച് ഉള്ള മിസൈൽ ഞങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നുവെന്ന് 2024 ജൂൺ മാസത്തിൽ ഉക്രൈന്റെ പക്കൽ നിന്നും ഒരു അറിയിപ്പ് വന്നു. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത്, ശരി, ഈ ഒരു മിസൈൽ വരികയാണെങ്കിൽ റഷ്യയിൽ ഒരു സ്ട്രൈക്ക് നടത്താൻ ഉക്രൈന് പിന്നെ വെസ്റ്റേൺ പാർട്ട്നേഴ്സിനെ ആശ്രയിക്കേണ്ടി വരികയില്ല. കാരണം അതിനുശേഷമാണ് കേഴ്സ്ക് ഇൻവേഷൻ വന്നത്, ATACMSന്റെ ഡെലിവറി. ഇങ്ങനെ ഒരു ഫ്ലാഷ് പോയിന്റ് ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചാൻസർ മിസൈൽ എന്ന ആ ഒരു പേര് കാണിച്ചുകൊണ്ട് ലോകത്തിന്റെ ശ്രദ്ധ മുഴുവനും ഈ ഒരു പേരിൽ കേന്ദ്രീകരിക്കുകയും ഉക്രൈൻ അണ്ടർഗ്രൗണ്ടിൽ വലിയ വലിയ കാര്യങ്ങൾ രഹസ്യമായി ചെയ്യാൻ തുടങ്ങി. 2025 ജനുവരിയിൽ റഷ്യയിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം വന്നു. നോക്കുക, ഉക്രൈൻ ഏതോ ഒരു മിസൈൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മിസൈൽ പറക്കാൻ തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവർ ആസൂത്രണം ചെയ്ത പാതയിൽ നിന്നും ഉക്രൈനിൽ എവിടെയോ തന്നെ അത് തകർന്നു വീണു എന്ന് ഇങ്ങനൊരു വാർത്ത പുറത്തുവിട്ടു. അതിന് തെളിവുകളായി ചില ഇമേജസും നൽകിയിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് റഷ്യ പറഞ്ഞ ഈ ഒരു സംഭവം എത്രത്തോളം ശരിയാണെന്ന് മനസ്സിലായത്. ഫെബ്രുവരിയിൽ ഉക്രൈന്റെ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും ഒരു ഔദ്യോഗികമായ പത്രക്കുറിപ്പ് വന്നു. അതിന്റെ ഡോക്യുമെന്റ്സ് വേണമെങ്കിൽ താഴെ അറ്റാച്ച് ചെയ്യാം, നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഉക്രൈന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഒഫീഷ്യലായി പുറത്തുവിട്ട വാർത്തയാണ്. ടേഴ്സ് കമ്പനി ഞങ്ങളുടെ ചില മിസൈൽ വികസന പദ്ധതികൾക്കായി അഡ്വാൻസ്ഡ് ഏവിയോണിക്സ് റഡാർ പ്രതിരോധ സഹകരണത്തിനു വേണ്ടിയും ഫ്രാൻസിന്റെ തേൽസ് കമ്പനിയുമായി ഉക്രൈൻ ഒരു കരാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനുവരിയിൽ ഉക്രൈന്റെ ഒരു മിസൈൽ പരാജയപ്പെട്ടതായി റഷ്യ അനൗൺസ് ചെയ്തല്ലോ. ഫെബ്രുവരി മാസത്തിൽ തന്നെ ലോകത്തിലെ ഒരു മുൻനിര പ്രതിരോധ നിർമ്മാതാവായ തേൽസ് കമ്പനിയുമായി ഉക്രൈൻ കമ്പനികൾ ടൈഅപ്പും നടത്തി. അടുത്ത ചില മാസത്തിൽ തന്നെ വീണ്ടും ചില വാർത്തകൾ പുറത്തു വന്നു. ഉക്രൈൻ സീക്രട്ടായി ഒരു മിസൈൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നിർമ്മിക്കുന്ന ഈ ഒരു മിസൈൽ മോസ്കോ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ ലോങ് റേഞ്ച് ആയിരിക്കുമെന്ന് ഒരു അറിയിപ്പ് വന്നു. ഓഗസ്റ്റ് മാസത്തിൽ ഒരു മിസൈൽ പുറത്ത് വന്നതായും ഒരു അറിയിപ്പ് നൽകി. സത്യത്തിൽ ഈ ടൈം ലൈൻ ഒന്ന് നോക്കിയാൽ തന്നെ ഓരോ കാര്യം ഇങ്ങനെ സംഭവിക്കുമ്പോഴും അതിന് പിന്നിൽ ആരാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ മിസൈൽ രൂപകൽപ്പന ചെയ്തത് ആരാണ്, എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഈ മിസൈലിൽ വാർഹെഡ് വയ്ക്കാൻ ആരാണ് സഹായിച്ചത്. സാധാരണ രീതിയിൽ ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി പ്രകടനം നടത്തുന്നത് വലിയ കാര്യമൊന്നും അല്ല. അതും ഈ സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് വലിയ പശ്ചാത്തലമൊന്നുമില്ല. ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയാൽ ഈ ഒരു കമ്പനിക്ക് പുറകിലുള്ള ഓണേഴ്സ്, കോ ഫൗണ്ടേഴ്സ്, അതിന് പുറകിലുള്ള കംപ്ലീറ്റ് ആർക്കിടെക്ട് എടുത്ത് നോക്കിയാൽ തന്നെ പ്രധാനമായും വലിയ ആരുമൊന്നും ഇല്ല. പക്ഷെ ഇതിന് പുറകിൽ പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആയിട്ടുള്ളത് ലുച്ച് ഡിസൈൻ ബ്യൂറോ ആണ്. കാരണം അവരുടെ എക്സ്പീരിയൻസ് വഴിയാണ് വെറും ഡിഫൻസിൽ ഡ്രോൺ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരുന്ന യൂണിറ്റ് ആയ ഈ ഒരു ഫയർ പോയിന്റ് ഒരു മിസൈൽ നിർമ്മിക്കണം എന്നുള്ള ഒരു ഐഡിയയിലേക്ക് വരുന്നത്. കാരണം നെപ്റ്റ്യൂൺ ആന്റിഷിപ്പ് മിസൈൽ നിർമ്മിച്ച ലുച്ച് ബ്യൂറോയെ കൊണ്ട് അതിന്റെ അപ്ഗ്രേഡഡ് വേരിയന്റ് ഒരു 400 കിലോ 500 കിലോ വാർഹെഡോട് കൂടിയുള്ള ഒരു വേരിയന്റ് ഡിസൈൻ ചെയ്യാൻ സാധിച്ചില്ല. ഇവരെല്ലാവരും ചേർന്ന് ഇത്രയേറെ കമ്പനീസിന്റെ കൊളാബറേഷൻ വെച്ചുകൊണ്ട് ഇത്ര വലിയൊരു മോൺസ്റ്റർ മിസൈൽ തയ്യാറാക്കിയിട്ടുണ്ട്. 1200 കിലോഗ്രാം വാർഹെഡ് ഉള്ള രീതിയിൽ. ഇത് ശരിക്കും ഒരു ട്രമൻഡസ് അച്ചീവ്മെന്റ് ആണ്. എന്നാൽ ഇതിലൊരു വലിയ പ്രശ്നം എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നറിയണ്ടേ. ഉക്രൈൻ ഒരു ദിവസം ഒരു മിസൈൽ സൃഷ്ടിക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പൊ പ്രോജക്റ്റ് പോകുന്നതായി പറയുന്നത്. ഇവിടെ വീണ്ടും ഒരു സംശയാസ്പദമായ കാര്യം, മാനുഫാക്ചറിംഗ് എന്ന കാര്യം എവിടെയും പരാമർശിച്ചിട്ടില്ല. അസംബിൾ ചെയ്യുകയാണ്, അസംബിൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഏത് ആർട്ടിക്കിൾ എടുത്ത് നോക്കിയാലും ഒരു ദിവസം ഒരു മിസൈൽ അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന്
2025 ഒക്ടോബർ മാസം അവസാനത്തോടു കൂടി ദിവസത്തിൽ 7 മിസൈൽ ഞങ്ങളെ അസംബിൾ ചെയ്യാൻ കഴിയുമെന്നൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അല്ലാതെ മാനുഫാക്ചറിംഗ് എന്ന കാര്യം അവർ എവിടെയും പരാമർശിച്ചിട്ടില്ല. അപ്പൊ സത്യത്തിൽ ഇവരാണോ ഈ മിസൈൽ നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് കമ്പനികളുടെ പക്കൽ നിന്നും സ്പെയർ പാർട്സ് വാങ്ങി ഇവർ നിർമ്മിക്കുന്നതാണോ? ഇതൊന്നും ഇപ്പോഴും അറിയില്ല. ഇങ്ങനെ ഒരു ദിവസം 7 മിസൈൽ ആണെങ്കിൽ ഒരു മാസത്തിൽ തന്നെ കണക്ക് വളരെ ഉയരത്തിൽ വരുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് റഷ്യക്ക് ഇതൊരു വലിയ ഭീഷണി തന്നെയാണ്. അതായത് നമ്പേഴ്സ് വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണെങ്കിൽ റഷ്യക്ക് ഭീഷണിയുടെ അളവ് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ 10 മിസൈൽ അകത്തേക്ക് വന്നാൽ റഷ്യ ഒരു 8 മിസൈലിനെ ഡിഫെൻഡ് ചെയ്യുകയും 2 മിസൈൽ താഴെ ഇമ്പാക്ട് ഉണ്ടാക്കിയാലും അതൊരു വലിയ പ്രശ്നം തന്നെ ഉണ്ടാക്കും. കാരണം അതിന്റെ വാർഹെഡ് വെയിറ്റ് അത്രത്തോളം ഉണ്ട്. അങ്ങനെ നോക്കിയാൽ ഉക്രൈൻ യാതൊരു ശബ്ദവുമില്ലാതെ വലിയൊരു മോൺസ്റ്റർ സൃഷ്ടിക്കുകയായിരുന്നു. ഇത് അവർ തന്നെ നിർമ്മിച്ചതാണോ, അല്ലെങ്കിൽ മറ്റ് കമ്പനികളുമായി ടൈപ്പ് ചെയ്ത് സീക്രട്ടായി നിർമ്മിച്ചു, ഇതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഒരു മിസൈൽ എന്ന ഔട്ട്പുട്ട് അവർ കാണിച്ചിട്ടുണ്ട്. അവിടെ ലേബലിൽ വരുന്നത് മെയ്ഡ് ഇൻ ഉക്രൈൻ എന്ന് മാത്രമേ വരികയുള്ളൂ. അപ്പോൾ റഷ്യക്ക് ഇവിടെ ഇതിനെ ഒരു വലിയ കാരണമായി കാണിച്ച് മറ്റ് രാജ്യങ്ങൾക്കെതിരെയുള്ള നടപടി എടുക്കാൻ കഴിയില്ല. എന്നാൽ ഉക്രൈനുള്ളൊരു വലിയ പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ? അത് അവസാനം പറയും എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ മാനുഫാക്ചറർ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് പറയാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് കാരണം ഇതിന് മുൻപ് 2-3 കേസസ് ഉക്രൈനിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ ചില ഡീറ്റെയിൽസ് പുറത്തുവിട്ടത് കൊണ്ട് തന്നെ ആ കമ്പനി സംബന്ധിക്കുന്ന 2-3 പേരുടെ പേരുകളൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തറിയാത്ത രീതിയിൽ അവർക്കുള്ള കോഡ് നെയിംസ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയുടെ പേര് പോലും ഒഫീഷ്യലായി അവരുടെ കോഡ് നെയിം ആയിരിക്കാം. അതുകൊണ്ട് നമുക്കത് റിവീൽ ചെയ്യാനും സാധിക്കില്ല, സംസാരിക്കാനും സാധിക്കില്ല. എന്നാൽ ഇതിന് പുറകിലുള്ള ഡാറ്റാസ് ഒക്കെ എടുത്തു നോക്കിയാൽ ഇവരെയൊക്കെ ട്രാക്ക് ചെയ്യാനുള്ള സാധ്യത ലഭിക്കും. അപ്പോൾ ഈ മിസൈലുള്ള ഒരു വലിയ പ്രശ്നം ഇതിന്റെ സർക്കുലർ എറർ പ്രോബബിലിറ്റി ആണ്. ഈ മിസൈലിനെ കുറിച്ച് നമ്മൾ വലിയ രീതിയിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചാലും ഈ മിസൈലിന്റെ സർക്കുലർ എറർ പ്രോബബിലിറ്റി, അതിന്റെ കൃത്യത, തുല്യത നോക്കിയാൽ 15 മുതൽ 18 മീറ്റർ ആണ് പറയുന്നത്. സത്യത്തിൽ ഇന്നുള്ള മോഡേൺ ഡേ ബാലിസ്റ്റിക് മിസൈൽസിൽ തന്നെ ഇതിനേക്കാൾ ഉയർന്ന കൃത്യതയോടുകൂടി ആക്രമിക്കാൻ കഴിയും. എന്നാൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഇത്രയേറെ സൃഷ്ടിക്കുകയും വികസിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതിനെ ഒരു വലിയ പോരായ്മയായി നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഇത്രത്തോളം പുരോഗമിച്ച ഏവിയോണിക്സ് എത്രത്തോളം പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ സത്യത്തിൽ ഇതിന്റെ സർക്കുലർ എറർ പ്രോബബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇത് ബാറ്റിൽ ഫീൽഡിൽ ചെന്ന് പെർഫോം ചെയ്യുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇതിന് പിന്നിലുള്ള ഒരു സൈക്കോളജിക്കൽ വാർഫെയർ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, റഷ്യ അവരുടെ സ്ട്രാറ്റജി മാറ്റേണ്ട ആവശ്യം വരുമെന്ന്. അങ്ങനെ ഈ ഒരു മിസൈൽ നിർമ്മിക്കാതെ തന്നെ, അല്ലെങ്കിൽ അതൊരു ജസ്റ്റ് പ്രോട്ടോടൈപ്പ് റെഡി ആകുമ്പോൾ തന്നെ റഷ്യ സമാധാനം സമ്മതിക്കാൻ ഉക്രൈൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷേ അത് സത്യമായിരിക്കാനുള്ള സാധ്യതയില്ല. കാരണം പ്രൊഡക്ഷൻ യൂണിറ്റ്, അവിടെയുള്ള ചില ഫോട്ടോസ് ഒക്കെ നോക്കുമ്പോൾ ശരിക്കും ഈ മിസൈൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം സീരിയൽ പ്രൊഡക്ഷനിലേക്ക് വേഗത്തിൽ പോകുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ആ ഗെയിം തന്നെ മാറുക. മാത്രവുമല്ല, ഫ്ലെമിംഗോ എന്ന ഈ ഒരു പേര്, ഇതിനും അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനിഷ്യൽ സ്റ്റേജസിൽ പിങ്ക് കളർ റെഡ് കളറും ചെയ്യുന്നത് പോലുള്ള ഒരു പെയിന്റിംഗ് അതിന് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഫ്ലെമിംഗോ ഈ ഒരു ബേർഡിന്റെ പേര് വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്ങനെയായാലും റഷ്യ എത്രയും പെട്ടെന്ന് പ്രതികരിക്കുന്നതിന് ഉക്രൈൻ ഒരു വലിയ പദ്ധതിയുമായി മുന്നിലേക്ക് വന്നിട്ടുണ്ട്. കാത്തിരുന്ന് കാണാം റഷ്യ ഏതൊക്കെ തരത്തിൽ ഇതിനെതിരെ പ്രതികരിക്കുന്നു എന്ന്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.